Good morning. Good morning, Good morning, ma'am. Good Good morning. morning. മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതായിരുന്നു സോണുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ? 4 സോണുകൾ നമ്മൾ കംപ്ലീറ്റ് എടുത്തായിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ആയിരുന്നു പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോണിലെ ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? റിസപ്ഷൻ ഏരിയ വരുന്നുണ്ട്, പിന്നെ ഏതാണ്? ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ അനസ്തേഷ്യ, സ്റ്റോഴ്സ് ആൻഡ് റെക്കോർഡ്സ് റൂം വരുന്നുണ്ട്, ദെൻ ഓട്ടോക്ലേവ്, TSSU. എന്തായിരുന്നു TSSU? Theater Sterile Supply. സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ജം ഫ്രീ ആക്കാൻ വേണ്ടി ഒരു ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ദെൻ ട്രോളി ബേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ ട്രോളീസിനെ നമ്മൾ വിവിധ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രോളീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, അതാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്. പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്താണ്? അൺറെസ്ട്രിക്റ്റഡ് ആണ്, ദെൻ നോൺ സ്റ്റെറൈൽ ഏരിയയാണ്. ദെൻ ക്ലീൻ സോൺ, ക്ലീൻ സോണിന്റെ പ്രത്യേകത എന്താണ്? സെമി സ്റ്റെറൈൽ ആണ്. പിന്നെന്താണ്? ഫസ്റ്റ് സോണിനെയും തേർഡ് സോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോണാണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെ ഏരിയാസാ വരുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, എസ്തെറ്റിക് സ്റ്റോർ റൂം. ഓക്കെ, നമ്മൾ ഈ മെഡിസിൻസ്, അതിന് വേണ്ട ഓപ്പറേഷന് വേണ്ട, സർജറിക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂമാണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും എങ്ങനെയായിരിക്കണം? ലേബിൾഡ് ചെയ്തായിരിക്കണം വെക്കേണ്ടതും, പിന്നെ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൺട്രോൾഡും ആയിരിക്കണം ആ റൂമിൽ. ദെൻ എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. എക്സ്റേ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് സോൺ ഏതായിരുന്നു? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഓക്കെ, അതിലേതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് റൂം വരുന്നത്. ഓക്കെ, സ്റ്റെറൈൽ ഏരിയയാണ്, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ഈ തേർഡ് സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ജം ഫ്രീ ആയിരിക്കണം, അതോടൊപ്പം തന്നെ എന്താണ്? റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഓപ്പറേറ്റിംഗ് റൂം വരുന്നത് ഈ സോണിലാണ്. ദെൻ സ്ക്രബ് റൂം വരുന്നുണ്ട്. എന്താണ് സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർക്കുന്നില്ലേ? ആ സ്ക്രബ് റൂം വരുന്നതും ഈ സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. ദെൻ അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം വരുന്നുണ്ട്, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ റൂം വരുന്നുണ്ട്, പിന്നെന്താണ്? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. അതിന്റെ പ്രത്യേകത എന്താ? ഈ ഓപ്പറേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസ് സൂക്ഷിക്കുന്ന ഏരിയയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഫോർത്ത് സോൺ ഏതാ? ഡിസ്പോസൽ സോൺ. അതിന്റെ പ്രത്യേകത എന്താ? ഡേർട്ടി വാഷ്റൂംസ് ഉണ്ട്, പിന്നെന്താണ്? ഡിസ്പോസൽ കോറിഡോർ. ആ കോറിഡോറിലൂടെ മാത്രമേ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസിനെയും കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ ജാനിറ്റർ ക്ലോസറ്റ് ഉണ്ട്. ഈ ഓപ്പറേഷൻ സർജറി ടൈമിൽ യൂസ് ചെയ്ത എല്ലാ ഡിവൈസുകളെയും ജം ഫ്രീ ആക്കുന്നതിന്, ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും സൂക്ഷിക്കുന്ന ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി എങ്ങനെയായിരിക്കണം? ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ റൂമാണ് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ധാരാളം എക്യുപ്മെന്റ്സ്, ധാരാളം ഫെസിലിറ്റീസ് അവിടെ ഉണ്ടെങ്കിലും എന്താണ്? ചില ഡെഫിഷ്യൻസീസ് ഉണ്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിന്. ചില കുറവുകളുണ്ട്. എന്തൊക്കെയാണ് ആ കുറവുകൾ? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. എന്തൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ള, ആ ഡിപ്പാർട്ട്മെന്റിനുള്ള കുറവുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നോ റിസപ്ഷൻ ഏരിയ. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു റിസപ്ഷൻ ഉണ്ടെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല. ഓക്കെ, അതൊരു കുറവാണ്. എന്തിനാ റിസപ്ഷൻ ഏരിയയുടെ പ്രത്യേകത എന്താ? എന്തിനു വേണ്ടിയാ റിസപ്ഷൻ ഏരിയ വേണം എന്ന് പറയുന്നത്? എന്തിനാ? അല്ലെ, സർജറിക്ക് എത്തുന്ന പേഷ്യൻസിന് ഈ സർജറി ടൈമിൽ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയണം, വേണ്ടേ? അതിന്റെ അപ്ഡേറ്റ്സ് അറിയണം, വേണ്ടേ?
അപ്പൊ അവരെങ്ങനെയായിരിക്കും? സ്ട്രെസ് ആയിരിക്കും, ആങ്സൈറ്റി ഉണ്ടായിരിക്കും, അവർക്ക് സ്ട്രെസ്ഡ് ആയിരിക്കും അവര്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ അകത്ത് നിന്നും ഒരു സ്റ്റാഫ് പുറത്തേക്ക് വരുന്നത് വരെ ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ പറയാനായിട്ട് അകത്ത് നിന്നും ഒരു സ്റ്റാഫ് പുറത്തേക്ക് വരണം അല്ലെ? അതുവരെ ആ ഫാമിലി മെമ്പേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കണം അല്ലെ? അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാക്കാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു റിസപ്ഷൻ ഏരിയ വേണം, വേണ്ടേ? അപ്പൊ ഇത്തരം സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ കുറക്കാൻ കഴിയും. അപ്പൊ അതൊരു കുറവാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല എന്നുള്ളത് ഒരു കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻ, അനസ്തീഷ്യോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ്. ഓക്കെ, ഇവർക്ക് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂംസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോ എന്തെങ്കിലും ഒരു റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ആവണം അല്ലെ, അതിനു വേണ്ടിയോ ഒരു സ്പെഷ്യൽ റൂംസ്, ഇവർക്ക് സെപ്പറേറ്റ് റൂംസുകൾ എല്ലാവർക്കും എങ്ങനെയാണ്? ഒരു റൂംസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഇത്തരം പർപ്പസിന് വേണ്ടി സ്പെഷ്യൽ റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് ഇത്തരം ഹെൽത്ത് കെയർ സ്റ്റാഫിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നുണ്ട് അല്ലെ? അവരുടെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തേക്കാം. അപ്പൊ ഇത്തരം കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സർജൻസിനായിക്കോട്ടെ, ജൂനിയർ ഡോക്ടേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സസിനായിക്കോട്ടെ ഈ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? പേജ് നമ്പർ 4. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഏതാണ്? സെപ്പറേറ്റ് റൂംസ് ഇല്ല അല്ലെ? സർജൻസിനോ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സിനോ നേഴ്സസിനോ വേണ്ടി സെപ്പറേറ്റ് റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതും ഒരു ഡെഫിഷ്യൻസിയാണ്. നെക്സ്റ്റ് വൺ എന്താണ്? നോട്ട് ഇനഫ്, മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസ്. ഈ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ആരാ? സർജൻസ്, നേഴ്സസ്, അങ്ങനെ പല ആൾക്കാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ചേഞ്ച് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർക്ക് PPE വെയർ ചെയ്യണം അല്ലെ? അപ്പൊ ഇത്തരം സെപ്പറേറ്റ് ആയിട്ടുള്ള ചേഞ്ച് റൂംസ് പ്രൊവൈഡ് ചെയ്യാത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നുണ്ട് അതല്ലേ അല്ലെ? പിന്നെന്താണ്? അതേപോലെ തന്നെ അവർക്ക് സ്ട്രെസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. പിന്നെ മറ്റൊരു കണ്ടീഷനാണ് ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക്. എന്താ ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് എന്ന് പറയുന്നത്? അവർക്ക് ഈ PPE വെയർ ചെയ്യണമെങ്കിൽ ഒരു റൂം മാത്രമാണുള്ളത്. എല്ലാ ക്ലാസ്സിനും, എല്ലാ ഡോക്ടേഴ്സിനായിക്കോട്ടെ, നേഴ്സസിനായിക്കോട്ടെ, എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫിനും ഒരു റൂമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ PPE വെയർ ചെയ്ത് കഴിഞ്ഞ ഹെൽത്ത് കെയർ സ്റ്റാഫും വെയർ ചെയ്യാനുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫും ഒരേ ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? PPE വെയർ ചെയ്ത ഹെൽത്ത് കെയർ സ്റ്റാഫും ഇനി വെയർ ചെയ്യാനുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫും ഒരേ ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? പലതരം അസുഖങ്ങൾ പടരാനായിട്ട് കാരണമാകുന്നുണ്ട്. ക്രോസ് കണ്ടാമിനേഷൻ റിസ്കിന് കാരണമാകുന്നുണ്ട്. ഇത്തരം സിറ്റുവേഷൻസ് ക്രോസ് കണ്ടാമിനേഷൻ റിസ്കിന് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നുണ്ടത്. ഈ പ്രൈവസി ഇല്ലാത്തത് മൂലം എന്താണ്? സ്ട്രെസ് ഫീൽ ചെയ്തേക്കാം. അതേപോലെ തന്നെ ക്രോസ് കണ്ടാമിനേഷൻ റിസ്കിനും കാരണമാകുന്നുണ്ട്. എന്താ ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക്? ഈ PPE വെയർ ചെയ്ത സ്റ്റാഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി വെയർ ചെയ്യാനുള്ള സ്റ്റാഫും ഒരേ ഏരിയയിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് പലതരം അസുഖങ്ങൾ പടരാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ PPE വെയർ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ അതൊരു ഡെഫിഷ്യൻസി ആണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ ചേഞ്ചിങ് റൂംസ്, സെപ്പറേറ്റ് ചേഞ്ചിങ് റൂംസ് ഇല്ലാത്തത് ഒരു ഡെഫിഷ്യൻസി ആണ്. നെക്സ്റ്റ് എന്താ? ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോഴ്സ്. ഓക്കെ, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസും പിന്നെന്താണ്? ടൈപ്പ് ഓഫ് ഡോഴ്സും. നമുക്കറിയാം ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ ഡോർ എങ്ങനെയായിരിക്കാം? ഓട്ടോമാറ്റിക് ആയിരിക്കാം.
അപ്പൊ ഈ പഴയ റൂം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഈ സ്റ്റാഫിനേക്ക് നമുക്ക് അല്ല ഈ പേഷ്യന്റിനെ നമുക്ക് എന്താണ് സ്ട്രക്ചറിൽ കൊണ്ടുപോകേണ്ടി വരാം അല്ലെ. സ്ട്രക്ചർ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അത്തരം സിറ്റുവേഷനിൽ കൊണ്ടുപോകുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിന് അല്ലെങ്കിൽ ആ സ്റ്റാഫിന് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? ഈ സ്ട്രക്ചറിൽ ക്യാരി ചെയ്യേണ്ടതിനോടൊപ്പം തന്നെ ഈ ഡോർസ് ഓപ്പൺ ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ. അത് അവരിൽ ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസും എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസി ആണ്. ക്ലിയർ ആണോ? ആ പോയിന്റ് ഒന്നും പറയുന്നു. ഏതാടാ ഇപ്പൊ പറഞ്ഞതാണോ? ഡോർസിന്റെ ആണോ? അതന്നെ. ഇൻഅപ്രോപ്രിയേറ്റ് ആണ് ഓപ്പറേഷൻ റൂമിന്റെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസും അതേപോലെ തന്നെ ഡോർസുകൾ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഓട്ടോമാറ്റിക് ഡോർസ് ആണ്. നമുക്ക് ഈ പേഷ്യന്റിനെ കൊണ്ട് വന്നാൽ എന്ത് ചെയ്യാം, സ്ട്രെച്ചറിൽ വരുമ്പോൾ ആ ഡോർസ് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അങ്ങനെയല്ലാത്ത ഓപ്പറേഷൻ തിയേറ്റേഴ്സും ഉണ്ട് അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ഈ സ്ട്രക്ചർ വലിച്ചുകൊണ്ട് വരുന്ന സ്റ്റാഫിന് തന്നെ ഈ ഡോർസ് ഓപ്പൺ ചെയ്യണം അല്ലെ. അത് അവരിൽ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസും എന്താണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ച് ഒരു ഡെഫിഷ്യൻസിയാണ്, ഒരു കുറവാണ്. ഓക്കെ അഞ്ജലി, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലെ എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? ലാമിനാർ എയർ ഫ്ലോ ഇല്ലാത്തത് മൂലം ഇല്ലാത്ത ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ എന്താ പ്രത്യേകത, എന്താ സംഭവിക്കുന്നത്? എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം എന്നാ പഠിച്ചത് നമ്മള്? എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയ ഏരിയയിൽ നിന്നും ക്ലീൻ അല്ലാത്ത ഏരിയയിലേക്ക് ആ രീതിയിലായിരിക്കണം എയർ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ രീതിയിലായിരിക്കണം എന്ത് വെന്റിലേഷൻസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ലാമിനർ ഫ്ലോസ് എയർ ഫ്ലോസ് ഇല്ലാത്ത ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണെങ്കിൽ അതുമൂലം എന്ത് എയർബോൺ കണ്ടാമിനൻസ്, അതായത് വായുവിലൂടെ പടരുന്ന മാലിന്യങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവേശിക്കുകയും ഓപ്പറേഷൻ റൂമിനകത്ത് പ്രവേശിക്കുകയും അത് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്തേക്കാം. ഇത്തരം എയർ ഫ്ലോ അല്ലെങ്കിൽ ഇത്തരം സെപ്പറേറ്റ് വെന്റിലേഷൻസ് ഓപ്പറേഷൻ റൂമിൽ സ്ഥാപിക്കേണ്ടത് വളരെ മസ്റ്റ് ആണ്. ഓക്കെ, ലാമിനാർ എയർ ഫ്ലോ. ഈ ലാമിനാർ എയർ ഫ്ലോയുടെ പ്രത്യേകത എന്താ? ഇത്തരം കണ്ടാമിനൻസിനെ അവരെന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്ത് ആ ഓപ്പറേഷൻ തിയേറ്ററിലെ എയർ എങ്ങനെയാവും ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം ലാമിനാർ എയർ ഫ്ലോ ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നുണ്ട്? ഈ പേഷ്യന്റിന്റെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും ഒരു ഡെഫിഷ്യൻസിയാണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസ്. എന്തിനു വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ ഈ പ്രോട്ടോകോൾസ് കൊണ്ടുവരുന്നത്? എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ പ്രോട്ടോകോൾസ് കൊണ്ടുവരുന്നത്? നമ്മൾ അതനുസരിച്ചായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ആ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എല്ലാ പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ ആ ഓപ്പറേഷന്റെ ഫംഗ്ഷൻ തന്നെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ തന്നെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് ഈ പ്രോട്ടോകോൾസിന്റെ ബേസിലാണ് അല്ലെ. അപ്പൊ അത്തരം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ പ്രോട്ടോകോൾസ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആകുന്നുണ്ട്. എന്തൊക്കെയാണിത്? അത് പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കാം അല്ലെ. ഇപ്പൊ ഒരു പ്രോട്ടോകോൾസ് ഇല്ലെങ്കിൽ ഈ സർജൻസ് അല്ലെങ്കിൽ നേഴ്സസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഓരോ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. ഈ പ്രോട്ടോകോൾസ് കൊണ്ടുവരുന്നത് എന്തിനാ? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. എല്ലാത്തിനും എല്ലാ സ്റ്റെപ്പുകൾക്കും എന്താണ് ഒരു പ്രത്യേക പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഫോളോ ചെയ്തായിരിക്കണം ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം പ്രോട്ടോകോൾസിന്റെ അഭാവം പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, മിസ്റ്റേക്സ് കൂടാനായിട്ട് ഈ സർജറി ടൈമിൽ ഉണ്ടാകാനിടയുള്ള മിസ്റ്റേക്സ് കൂടാനായിട്ട് കാരണമാകാറുണ്ട്. ഓക്കെ, പേഷ്യന്റ് മാറിപ്പോകുക അല്ലെങ്കിൽ സർജറിക്ക് വേണ്ട എക്യുപ്മെന്റ്സ് മാറിപ്പോകുക തുടങ്ങിയ മിസ്റ്റേക്സ് വരാറില്ലേ? അതെന്തുകൊണ്ടാ? ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഇല്ലാത്തത് മൂലമാണ് അല്ലെങ്കിൽ ഒരു പോളിസി ഇല്ലാത്തത് മൂലമാണ് ഇത്തരം മിസ്റ്റേക്സ് കൂടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെ പിന്നെ എങ്ങനെയായിരിക്കണം? ഓപ്പറേഷൻ റൂം ഒരു ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഓപ്പറേഷൻ റൂമിൽ നിന്നും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുകയും അത് പേഷ്യന്റിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ജെം ഫ്രീ ആകണം എന്നുള്ളത് ഒരു പോളിസിയാണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ ആണ്. അത് പാലിച്ചിരിക്കണം.
ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഓപ്പറേഷൻ റൂമിൽ പലതരം പ്രോട്ടോകോൾസ് ഉണ്ട്. ആ എല്ലാ പ്രോട്ടോകോൾസും പാലിച്ചായിരിക്കണം ഓപ്പറേഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ സർജറി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. ഓക്കെ, പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് മുതൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്താണ് ഷിഫ്റ്റ് ചെയ്യുന്നത് വരെ പലതരം പ്രോട്ടോകോൾസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കണം ഈ സർജറി കണ്ടക്ട് ചെയ്യേണ്ടത്. അത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു TSSU. എന്തായിരുന്നു അത്? തിയേറ്ററിലേക്ക് വേണ്ട ഓപ്പറേഷൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ട എല്ലാ ഡിവൈസുകളെയും സ്റ്റെറൈൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ അപ്പൊ അവിടെയാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട എല്ലാ ഡിവൈസുകളെയും സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോ അത്തരമൊരു യൂണിറ്റ് ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഇല്ല എന്നുള്ളത് ഒരു ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള് അവിടെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ല. ഓക്കെ, അതൊരു ഡെഫിഷ്യൻസിയാണ്. ക്ലിയർ ആണോ? വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, വെയിറ്റിംഗ് ഏരിയ എങ്ങനെയാണ്? നോട്ട് വെൽ എക്യുപ്ഡ് ആണ്. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസിന്റെ അഭാവം ഈ വെയിറ്റിംഗ് ഏരിയയിൽ ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്താണ് ഡെഫിഷ്യൻസി, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന കുറവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ പോയിന്റും ക്ലിയർ ആണോ? ഏതൊക്കെയാണ്? നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ റൂം ആണ്. ജംപ് ഫ്രീ ആയിരിക്കണം, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം, അങ്ങനെ പല സവിശേഷതകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില കുറവുകൾ ഈ ഓപ്പറേഷൻ തിയേറ്റർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഏതൊക്കെയാണ് ഡെഫിഷ്യൻസികൾ? ഏതൊക്കെയാണ് അഞ്ജലി? ഏതൊക്കെ കുറവുകളായി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളത്? റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കില്ല. ഓക്കെ, എന്താ അതിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിസപ്ഷൻ ഏരിയ വേണമെന്ന് പറയാൻ കാരണം എന്താ? ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റിസപ്ഷൻ ഏരിയ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അയ്യോ, ഞാൻ ആ പോയിന്റ് ശ്രദ്ധിച്ചില്ല, അറിഞ്ഞില്ല. ഓക്കെ, ഓക്കെ അഞ്ജലി മ്യൂട്ട് ചെയ്തോളൂ. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാവോ അഞ്ജലി? എന്തുകൊണ്ടാണ് റിസപ്ഷൻ ഏരിയ വേണമെന്ന് പറഞ്ഞത്? ഓക്കെ, മനീഷ കണ്ടിന്യൂ. മനീഷ. നമ്മുടെ തിയേറ്ററിലെ പേഷ്യൻസിന് എന്തെങ്കിലും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് അവരുടെ എന്താ വീട്ടുകാർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്റ്റാഫ് പുറത്തേക്ക് വന്നിട്ട് വേണം ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ അറിയിക്കാനായിട്ട്. റിസപ്ഷൻ ഏരിയ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമുക്ക് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ പേഷ്യൻസിന് ഇപ്പൊ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? നോ സെപ്പറേറ്റ് റൂംസ്. ഓക്കെ, ഇവർക്ക് സർജൻസിനായിക്കോട്ടെ നേഴ്സസിനായിക്കോട്ടെ ഇവർക്ക് ഒരു പ്രത്യേക റൂംസ് ഇല്ല, സെപ്പറേറ്റ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊരു ഡെഫിഷ്യൻസി ആണ്. ഇത്തരം സിറ്റുവേഷൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നുണ്ട്. അവർക്ക് ഈ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയോ ഒരു സെപ്പറേറ്റ് റൂം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത് അവരിൽ സ്ട്രെസ് റീബിൽഡ് ആവാനായിട്ട് കാരണമാകുന്നുണ്ട്. അത് ആ സർജിക്കൽ പ്രൊസീജിയേഴ്സിനെ ചിലപ്പോൾ ബാധിക്കുകയും ആ പേഷ്യന്റിന്റെ സേഫ്റ്റി അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് എന്താണ്? ചേഞ്ചിങ് റൂം ഇല്ലാത്തത് അവരുടെ പ്രൈവസിയുടെ പ്രോബ്ലം ആയിട്ട് അങ്ങനെ വരും. നമ്മളിപ്പോ PPE വെയർ ചെയ്തവരും അല്ലെങ്കിൽ ചെയ്യാനുള്ളവരും ഒക്കെ സെയിം റൂമിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രോഗം പകരാനും അണുബാധകൾ ഉണ്ടാവാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. കണ്ടാമിനേഷൻ റിസ്കിന് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഈ ഒരാൾ കഴിഞ്ഞിട്ട് വേണം മറ്റൊരാൾക്ക് കയറാനായിട്ട്, അല്ലേ? അപ്പൊ അത് ടൈം ഡിലേ ആകുന്നുണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻസ് വൈകാനും അത് കാരണമാകുന്നുണ്ട്. സെപ്പറേറ്റ് ചേഞ്ചിങ് റൂംസ് ഇല്ലാത്തത് ഓപ്പറേഷൻ ഡിലേ ആകാനും കാരണമാകുന്നുണ്ട്. ഓക്കെ, then fourth point, inappropriate size and type of doors.
ഓപ്പറേഷൻ റൂമിന് മതിയായ സൈസ് ഇല്ലാത്തതും വലിപ്പമില്ലാത്തതും എന്താണ് ഡോഴ്സിന്റെ പ്രത്യേകതകളും. ഓക്കെ, ഡോഴ്സ് നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്ട്രക്ചർ കൊണ്ടുപോകുന്ന സ്റ്റാഫിന് വളരെയധികം ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഓപ്പറേഷൻ റൂമിനെ സംബന്ധിച്ച് ഒരു ഡെഫിഷ്യൻസിയാണ്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ എയർ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എയർബോൺ കണ്ടാമിനൻസ്, വായുവിലൂടെ പടരുന്ന മാലിന്യങ്ങൾ ഓപ്പറേഷൻ റൂമിനകത്ത് പ്രവേശിക്കാനും അത് പേഷ്യന്റിനെ അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് ഈ സെപ്പറേറ്റ് വെന്റിലേഷൻസ് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസ്. ഈ പ്രോട്ടോകോൾസുകളുടെ അഭാവം ഓക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? മതിയായ പ്രോട്ടോകോൾ ഓക്കെ നെഹ്റിൻ എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി. പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണത്? ഇറേഴ്സിന്റെ പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ വരാം. ഓക്കെ, പിന്നെന്താണ്? സർജൻസ് ചെയ്യുന്ന സർജറി പ്രോസസ്സിൽ എന്താണ് പലതരം മിസ്റ്റേക്കുകൾ വരാനായിട്ട് കാരണമാകാറുണ്ട് അല്ലെ? പേഷ്യന്റ് മാറിപ്പോകുക, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ് മാറിപ്പോകുക തുടങ്ങിയ ഇറേഴ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെന്താണ്? നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താ അതിന്റെ പ്രത്യേകത? എന്താ? അപ്പോൾ ഈ ഓപ്പറേഷൻ റൂമിന് വേണ്ടി മാത്രം, അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾക്ക് വേണ്ടി മാത്രം അതിനെ ജെം ഫ്രീ ആക്കാനായിട്ട് ഒരു സ്പെഷ്യൽ യൂണിറ്റ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലില്ല അല്ലേ? അപ്പൊ അത് ഇത്തരം സിറ്റുവേഷൻസ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഡിവൈസുകളെ ജെം ഫ്രീ ആക്കുന്നത് ഡിലേ ആകാനായിട്ട് കാരണമാകാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ഡെഫിഷ്യൻസി ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലെ ഡെഫിഷ്യൻസി എന്നുള്ളത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? Prefabricated modular operation theater is a finished steel structure with a jointless sterile coating that provides a high quality finish. ഓക്കെ, എന്താണ് അപ്പൊ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? അതൊരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മോഡേൺ കൺസെപ്റ്റ് ആണ്. ഓക്കെ, പേഷ്യന്റിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജീസും എല്ലാ ടെക്നോളജീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ള എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് നമ്മൾ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ? ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സർജിക്കൽ എൻവയോൺമെന്റ് ആണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ മോഡുലാർ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മോഡുലാർ കമ്പോണൻസ് എങ്ങനെയാണ്? നമുക്ക് ഓഫ് സൈറ്റിൽ നിർമ്മിക്കാൻ കഴിയുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിലാണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? മെയിൻലി സ്റ്റീൽ കൊണ്ടാണ് അതിന്റെ സ്ട്രക്ചർ. സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. പറയാം. അപ്പൊ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. എല്ലാ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ എല്ലാ ന്യൂ മോഡേൺ ടെക്നോളജീസും ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് അസംബിൾ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഒരു പുതിയ ഡിവൈസ് അതിൽ അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത്തരം ഓപ്പറേഷൻ തിയേറ്റർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ വർക്കേഴ്സ് അവരുടെ സൈറ്റിൽ കൊണ്ടുവന്ന്
അളവുകൾ എടുത്ത് അവരുടെ സൈറ്റിലിട്ട് പണിയുകയും അത് അസംബിൾ ചെയ്യുന്നത് എവിടെയാണ്? ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ആ ബിൽഡിംഗ് ആ സ്ട്രക്ചർ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് മോഡുലാർ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരെങ്ങനെയാണ് കബോർഡ്സ് ഒക്കെ അവരുടെ സൈറ്റിൽ നിർമ്മിക്കുകയും ഈ നമ്മുടെ കിച്ചണിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അത് തന്നെയാണ് സംഭവം. അതേപോലെ തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു മോഡൽ, അതിനാവശ്യമായ സ്ട്രക്ചർ അവരെന്ത് ചെയ്യുന്നു? ഈ മോഡുലാർ കമ്പോണൻസ് യൂസ് ചെയ്ത് അവരുടെ ഓഫ് സൈറ്റിൽ പണിയുകയും ഈ ഓൺ സൈറ്റ് മീൻസ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓഫ് സൈറ്റിൽ മുൻകൂട്ടി നിർമ്മിക്കുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്നത് അസംബിൾ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഈസി ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. എന്താണ്? ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെന്താണ്? പേഷ്യന്റിന് വേണ്ട എല്ലാ ടെക്നോളജീസും, എല്ലാ മോഡേൺ ടെക്നോളജീസും, എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഈ ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ ലാമിനാർ എയർ ഫ്ലോയിന്റെ കാര്യം പറഞ്ഞില്ലേ? അതേപോലെ തന്നെ എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. അതിന്റെ സ്ട്രക്ചർ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ വെച്ചാണ് ഇത് പണിയുന്നത്. അത് സ്റ്റീലിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഈസിലി ആ സർഫസ് ആയിക്കോട്ടെ, ആ വോൾസ് ആയിക്കോട്ടെ, ഈസിലി ക്ലീൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. മനസ്സിലായോ? സ്റ്റീൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ സർജറി ടൈമിൽ ഉണ്ടാവുന്ന ഈ ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സോ സ്പ്ലാഷ് ആയാൽ നമുക്ക് ഈസിലി ആ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. Then this operation theatre provides the benefit of എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളത്? ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? അത് ഓഫ് സൈറ്റിൽ അവര് മുൻകൂട്ടി നിർമ്മിക്കുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് ജസ്റ്റ് അസംബിൾ ചെയ്താൽ മാത്രം മതി. സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇല്ല, ഉണ്ടാവില്ല. ഇലക്ട്രിക് പാസ് ഉണ്ടാവില്ല. അപ്പോ എന്താണ്? സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്താണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ്. പെട്ടെന്ന് തന്നെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ടൈം എന്താണ്? സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഈ എന്താണ് ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സും എന്താണ് എടുത്തിട്ടാണ് ഇത്തരം ഓപ്പറേഷൻ തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സും പാലിച്ചാണ് ഇത്തരം ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹൈ എഫിഷ്യൻസി ഉള്ള എയർ ഫിൽട്രേഷൻ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. എയർ ഫിൽട്രേഷൻസ്, നമ്മുടെ എയർ കണ്ടാമിനൻസ് വരാതെ എയറിനെ ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യുന്ന ലാമിനാർ എയർ ഫ്ലോസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ആന്റി മൈക്രോബിയൽ സർഫസ് ആയിരിക്കും. നമുക്ക് ആ സർഫസ് എങ്ങനെയാണ് ഈസിലി നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ഈസിലി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് റാപ്പിഡ് ആണെന്ന് പറയാൻ കാരണം? അത് അവർ ഓഫ് സൈറ്റിൽ ബിൽഡ് ചെയ്യുകയും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. റാപ്പിഡ് കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് വൺ എന്താ? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. മലിനീകരണം ഉണ്ടാകുന്നത് തടയുന്നുണ്ട്. എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത്. എന്തൊക്കെയാണ് അതില്? എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഫോളോ ചെയ്തിട്ടാണ് അവർ ആ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ്? സ്റ്റീലാണ്. എന്തോ? ഹൈ ലാമിനാർ ഫ്ലോ. ഹൈ ലാമിനാർ ഫ്ലോ ഉണ്ടാക്കും. എയർ ഫിൽറ്റർ ചെയ്യാനായിട്ട് ഹൈ ലാമിനാർ ഫ്ലോ ഉണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റീൽ ആയതുകൊണ്ട് സർഫസിൽ എന്തെങ്കിലും സ്പ്ലാഷ് ഉണ്ടായാലും ബ്ലഡിന്റെയോ ബോഡിയുടെയോ സ്പ്ലാഷ് ഉണ്ടായാലും നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ലോങ് ഡ്യൂറബിലിറ്റി. ലോങ് ഡ്യൂറബിലിറ്റി ആണ്. സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാലത്തേക്ക് ഇത് നിലനിൽക്കുന്നതാണ്. ഡ്യൂ ടു ദെയർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അവർ ഉപയോഗിക്കുന്ന ഹൈലി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ഓപ്പറേഷൻ തിയേറ്റർ ബിൽഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്താണ്? അത് ലോങ് റണ്ണിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തരം ഓപ്പറേഷൻ തിയേറ്റർ. കിട്ടിയോ?
ക്ലിയർ ആണോ? ലോങ് ഡ്യൂറബിലിറ്റി അവരുടെ എന്താണ് ഹൈലി ക്വാളിറ്റി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നിക്സും അവർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താ? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ്. എന്താ ഫ്യൂച്ചർ എക്സ്പാൻഷൻ? എന്താ ഇപ്പൊ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു അഴിച്ചുപണി നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ എക്യുപ്മെന്റ്സ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം, ആ ഓപ്പറേഷൻ റൂം ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അത്തരം സാഹചര്യങ്ങൾക്കും അത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ സെറ്റ് ഫിറ്റിംഗ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിവൈസ് സെറ്റ് ചെയ്യണമെങ്കിലോ ആ രീതിയിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. Then ease of maintenance. മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട് ഈസിയാണ്. എന്തുകൊണ്ടാണ്? എന്താണ്? സ്റ്റീൽ ആയതുകൊണ്ട് സ്പ്ലാഷ് ഒക്കെ ഉണ്ടായാലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈസിയാണ്. പിന്നെ അതിൽ ഓൾറെഡി തന്നെ എന്താണ് ഇലക്ട്രിക്കൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലംബിങ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത്തരം സെറ്റിംഗ്സ് എങ്ങനെയാണ്? എക്സ്പാൻഡബിൾ ആണ്. അത് നമുക്ക് വേണം ആവശ്യത്തിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇത്തരം ഇലക്ട്രിക്കൽ സെറ്റിംഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലംബിംഗ് ആയിക്കോട്ടെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എക്സ്പാൻഡബിൾ ആണ്. ഇൻസ്റ്റാളേഷൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ്. ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ ഓപ്പറേഷൻ തിയേറ്റർ റൂമിനുള്ളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദി ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. ഇതെല്ലാ പോയിന്റും പരസ്പരം റിലേറ്റഡ് ആണ്. അതായത് എന്താണ്? നമുക്ക് ഇപ്പൊ ഒരു ഡിവൈസ് എന്തെങ്കിലും വെക്കണം, അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ ആ ഡിവൈസ് നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ആ സ്ട്രക്ചർ അത് എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ രീതിക്ക് ഒരു കേടുപാടും കൂടാതെ ആ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ ഡിവൈസ് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും അതിനും കഴിയുന്നതാണ്. ആ രീതിയിലാണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ? എന്താ സന്ധ്യ? എന്താ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? സന്ധ്യ ആയിരിക്കും. എന്തോ? സ്റ്റീൽ സ്ട്രക്ചർ ആണ്. സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കും. പിന്നെന്താണ്? പ്രീ ഫാബ്രിക്കേറ്റഡ് ആണ്. എങ്ങനെയാണിത്? അവർ ഓഫ് സൈറ്റിൽ മുൻകൂട്ടി നിർമ്മിക്കുന്നതും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുക, ആ രീതിയിലാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ്, പെട്ടെന്നത് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ് എന്താ? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. ായതുകൊണ്ട് തന്നെ ബോഡി ഫ്ലൂയിഡ് ഒക്കെ വീണാൽ ഈസിലി ക്ലീൻ ചെയ്യാനൊക്കെ കഴിയും. ലോങ് ഡ്യൂറബിലിറ്റി. എന്താ ലോങ് ഡ്യൂറബിലിറ്റിയിൽ എന്താ പറയുന്നത്? എന്താ ലോങ് ഡ്യൂറബിലിറ്റി? ലോങ് റൺ കൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ഇത്തരം മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു? സ്ട്രോങ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ കഴിയുന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ വയേഴ്സ് ആയിക്കോട്ടെ, പ്ലംബിങ്സ് ആയിക്കോട്ടെ, എക്സ്പാൻഡബിൾ ആണ്. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എക്സ്റ്റാമ്പിൾ ആണ്. ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിവൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ഈസി മെയിൻ്റനൻസ് ആണ്.
ആ Installation ഈസ് ഓഫ് and മെയിൻ്റനൻസ് support. ആണ്. പിന്നെന്താണ്? ഓക്കെ, പിന്നെന്താണ്? Installation and support of equipments. ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്യുപ്മെന്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള സജ്ജീകരണങ്ങളും ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. Provision of opening needed for the installation without affecting hardness of structure. ആ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ, ആ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എല്ലാ സംവിധാനങ്ങളും അതിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു പുതിയ ഡിവൈസ് ആയിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ എക്സ്പാൻഡ് ചെയ്യണം, അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. നെക്സ്റ്റ് വൺ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എന്താ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ? Functionally linking the operation theater environment. This consists of patient information, audio, video, surgical lights, room lights, AC and medical equipments. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ എല്ലാ ഡിവൈസുകളെയും ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അപ്പോ? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഡിജിറ്റൽ ഇമേജിംഗ്, IT സിസ്റ്റം. ഓക്കെ, ഇവയെ ഈ മൂന്നിനെയും ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഡിജിറ്റൽ ഇമേജിംഗ്, IT സിസ്റ്റം, ഇതിനെയെല്ലാം ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ എയിം എന്താണ്? ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ഇത്തരം മെഡിക്കൽ ഡിവൈസസിനെ കോർഡിനേറ്റ് ചെയ്യുക, ഓക്കെ, ഏകോപിപ്പിക്കുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മെയിൻ ആയിട്ടുള്ള എയിം. ഓക്കെ, എന്താണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനും പിന്നെന്താണ്, പേഷ്യന്റിന്റെ സേഫ്റ്റി അതിലൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളെയും കോർഡിനേറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, മെഡിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഡിജിറ്റൽ ഇമേജിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ IT സിസ്റ്റത്തെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകാം? ഈ സർജൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സസിനായിക്കോട്ടെ, ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഈ ലൈറ്റ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിനെയും, ലൈറ്റ്സ് ആയിക്കോട്ടെ, ക്യാമറാസ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡാറ്റ, ഇതെല്ലാം ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്തുകൊണ്ടത്? എല്ലാ ഫെസിലിറ്റീസും ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ലൈറ്റ് ആയിക്കോട്ടെ, ക്യാമറാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ, ഡിവൈസ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ സർജനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കോ കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഓഡിയോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു ഈ റൂമിനുള്ളിൽ, അല്ലെ? അപ്പൊ ഈ ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ഒന്നുകൂടി പറയാം. അപ്പോൾ എന്താണ്, ഈ ഡിവൈസുകൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ IT സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഡിജിറ്റൽ ഇമേജിംഗും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ സർജന് അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഒരൊറ്റ ഇന്റർഫേസിന്റെ സഹായത്തോടു കൂടി തന്നെ എല്ലാ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്യുപ്മെന്റ്സ് എടുക്കാനായിട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ സൗകര്യങ്ങളും ആ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തന്നെ ലഭ്യമാണ്. അതേപോലെ തന്നെ എന്താണ്, ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ഇടയിൽ തന്നെ സർജൻ എന്തെങ്കിലും എൻക്വയറീസിന് വേണ്ടിയോ അല്ലെങ്കിൽ സജഷന് വേണ്ടിയോ എന്താണ്, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓപ്പറേഷൻ റൂമിനകത്തായാലും അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിലുള്ള പേഴ്സണോട് കൂടി എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ആ പേഴ്സണോട് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ് പോസിബിൾ ആകുന്നത്? ഇത്തരം ഓഡിയോ വീഡിയോ കണക്ടിവിറ്റി ഈ ഓപ്പറേഷൻ റൂമിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ?
അപ്പൊ എന്തൊക്കെയാ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്തിനൊക്കെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ആ ഡിജിറ്റൽ ഇമേജിംഗ് ആയിരിക്കും. ഡിജിറ്റൽ ഇമേജിംഗ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? IT സിസ്റ്റം. IT സിസ്റ്റം ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ മെഡിക്കൽ ഡിവൈസുകളെയും കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ്? സർജിക്കൽ പ്രൊസീജിയർ എന്താണ്? എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക അതിന്റെ. ഓക്കെ. പിന്നെന്താണ്? അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ പലതരം ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റാ ലഭിക്കുന്നത്? എന്തൊക്കെ ബെനിഫിറ്റാ സർജന് ലഭിക്കുന്നത്? എന്തൊക്കെ ബെനിഫിറ്റാ? എന്തൊക്കെയാണ്? ഒറ്റ ഇന്റർഫേസിൽ ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസുകളെയും എല്ലാ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ടൈമിലായാലും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. എന്തെങ്കിലും സജഷനോ എൻക്വയറിക്കോ വേണ്ടി മറ്റൊരു ലൊക്കേഷനിലുള്ള ആളുമായിട്ടും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. The next one, hybrid operation theatre. Okay, hybrid operation theatre. എന്താണ് hybrid operation theatreന്റെ പ്രത്യേകത? A surgical theatre that is equipped with modern medical imaging devices like C-arms, CT scanners, MRI scanners. This allows slightly invasive surgery. Less incision. ചെറിയ മുറിവിലൂടെ സർജറി സർജറി നടത്താനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എന്തുണ്ടായിരിക്കും? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഇമേജിംഗ് എക്യുപ്മെന്റ്സും അവൈലബിൾ ആയിരിക്കും. ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇന്റഗ്രേറ്റഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ IT സിസ്റ്റത്തെയും പിന്നെന്താണ് ഡിജിറ്റൽ ഇമേജിങ്ങിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അതേപോലെ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താ? സാധാരണ നമ്മുടെ പഴയ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിങ്ങും ലഭ്യമാണ്. ഈ മെഡിക്കൽ ഇമേജിങ്ങിനെ സാധാരണ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിങ്ങും അവിടെ അവൈലബിൾ ആയിരിക്കും. ഇത്തരം മെഡിക്കൽ ഡിവൈസുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഓപ്പറേഷൻ തിയേറ്ററിനെയാണ്, ആ റൂമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഇത്തരം ഇമേജിങ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റാ ഉള്ളത്? അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ് എന്താണ്? എന്തൊക്കെയാ ബെനിഫിറ്റ് ഉള്ളത്? നമുക്ക് ഈ മെഡിക്കൽ സർജിക്കൽ പ്രൊസീജിയറിന്റെ ടൈമിൽ തന്നെ നമുക്ക് എന്താണ് മെഡിക്കൽ ഇമേജിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ് സർജറി പ്രോപ്പർ ആണോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെറിയ ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയാൽ മതി. മെഡിക്കൽ ഇമേജിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് വലിയ ആഴത്തിലുള്ള മുറിവ് ഉണ്ടാക്കേണ്ടി വരുന്നില്ല. ഓക്കെ, ആ പ്രോപ്പർ ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഈ മെഡിക്കൽ ഇമേജിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്താ? നമുക്കിപ്പോ സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റിന്റെ സർജറി കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്സ്റേ എടുക്കണം, അല്ലെങ്കിൽ ഒരു MRI എടുക്കണം, അപ്പൊ നമുക്ക് വേറൊരു റൂമിലേക്ക് സാധാരണ കൊണ്ടുപോകേണ്ടി വരാറുണ്ട്, ഇല്ലേ? പക്ഷെ ഈ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ എല്ലാ മെഡിക്കൽ ഇമേജിങ്ങും എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇമേജിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അത്തരം ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ കൂടുതൽ പേഷ്യന്റ് എങ്ങനെയാണ്? കൂടുതൽ സേഫ് ആണ്. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യന്റ് കൂടുതൽ സേഫ് ആണ്. അവർക്ക് മറ്റൊരു റൂമിലേക്ക് മൂവ് ചെയ്യിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? പ്രൊസീജിയേഴ്സിന്റെ ടൈമിൽ തന്നെ അവർക്ക് എല്ലാ മെഡിക്കൽ ഇമേജിങ്ങും എടുക്കാവുന്നതാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത? എന്താണ് മെയിൻ പ്രത്യേകത? എന്താ? എല്ലാ അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇമേജിംഗ്
മെഡിക്കൽ ഇമേജിങ്ങിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? സർജറി പ്രോപ്പർ ആയിട്ട് നടക്കും. സർജറി പ്രോപ്പർ ആയിട്ട് നടക്കുന്നതോടൊപ്പം തന്നെ സർജന് ആ ഇമേജിങ്ങിന്റെ ബേസിൽ അത് ആ സമയം ലൈവായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, പിന്നെ ചെറിയ മുറിവുണ്ടാക്കേണ്ടി വരുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ ഈസിലി കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ സർജറിക്ക് ശേഷം പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കേണ്ടി വരുന്നില്ല. മറ്റൊരു റൂമിലേക്ക് ഇമേജിങ് എടുക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് പേഷ്യന്റിന് കൂടുതൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 ഓപ്പറേഷൻ തിയേറ്റർ ക്ലിയർ ആണോ? ഏതൊക്കെയാണ് ഈ 3 ഓപ്പറേഷൻ തിയേറ്റർ? സുകന്യ, ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ഓപ്പറേഷൻ തിയേറ്റർ? എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? സുകന്യ. ഓക്കെ, then എൽമ പറയൂ. എൽമ. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്തായിരുന്നു? മോഡേൺ കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് മോഡേൺ അഡ്വാൻസ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഹൈലി ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള സർജിക്കൽ ഹൈലി ഫ്ലെക്സിബിലിറ്റി സർജിക്കൽ എൻവിറോൺമെന്റ് ആണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സർജിക്കൽ എൻവിറോൺമെന്റ് ആണ്. മോഡുലാർ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ട് സ്റ്റീൽ സ്ട്രക്ചർ ആണ് അത് ഓഫ് സൈറ്റിൽ പണിയും ഓൺ സൈറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റീൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലീൻ ആയിട്ട് ഈസിലി ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ അതിന്റെ പ്രത്യേകത എന്താ? അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ് ആയിരിക്കും. അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് പിന്നെ അത് മാത്രമല്ല ഡിജിറ്റൽ ഇമേജിംഗ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? IT സിസ്റ്റം. ഇതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ് എന്താണ്? എല്ലാ മെഡിക്കൽ ഡിവൈസിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. എല്ലാ മെഡിക്കൽ സിസ്റ്റത്തെയും ഒരൊറ്റ ഇന്റർഫേസിൽ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും അല്ലെ? ഓക്കെ, പിന്നെന്താണ്? പിന്നെ ഒറ്റ ഇന്റർഫേസേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഉള്ളത് കൊണ്ട് സർജൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരൊറ്റ ഇന്റർഫേസിൽ നിന്ന് എല്ലാ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ എന്തുകൊണ്ടാണ്? ഓഡിയോ വിഷ്വൽ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. സർജൻ എന്തെങ്കിലും ഒരു എൻക്വയറിയോ സജഷനോ വേണ്ടി വന്നാൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഇതിന്റെ മെയിൻ എയിം എന്താണ്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മെയിൻ എയിം എന്താണ്? എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. ഓക്കെ, അതിലൂടെ പേഷ്യന്റിന്റെ സേഫ്റ്റി എന്നതാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇമേജിംഗ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എന്താണ്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഇമേജിങ്ങിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഈ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? സർജറി പ്രോപ്പർ ആയിട്ട് നടക്കും. ഓക്കെ, അതുകൊണ്ട് പേഷ്യന്റ് മൂവ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് പേഷ്യന്റ് സേഫ് ആയിരിക്കും. ഈ മെഡിക്കൽ ഇമേജിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സർജറി പ്രൊസീജിയേഴ്സിൽ സർജൻ എന്താണ്? ഇമേജിങ്ങിന്റെ ബേസിൽ ലൈവായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ലൈവായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വേണമെങ്കിൽ ആ നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്താണ്? ഇമേജിങ്ങിന് വേണ്ടി മറ്റൊരു റൂമിലേക്ക് പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് പേഷ്യന്റിന് കൂടുതൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ?
നെക്സ്റ്റ് വൺ ആണ് പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലെ അപകടങ്ങളെ കുറക്കാനായിട്ട് നമ്മൾ ചില പ്രിവെന്റീവ് മെത്തേഡുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഓപ്പറേഷൻ റൂമിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. നമ്മള് ഒരു പ്രാവശ്യത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഈ ക്ലോത്ത്സ് വെയർ ചെയ്യേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളില് സർജിക്കൽ ക്ലോത്ത്സിന്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൂസ് എങ്ങനെയായിരിക്കണം? കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇടാൻ കഴിയുന്ന രീതിയിലുള്ള ചപ്പൽസ് മാത്രമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. എന്താണ് ഷാർപ്പ് ഒബ്ജക്ട്സ്? ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഷാർപ്സുകൾ ഏതൊക്കെയാ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഇത്തരം ഷാർപ്സുകള് ഉപയോഗിക്കുന്ന ടൈമില് എങ്ങനെയായിരിക്കണം? നമ്മൾ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഷാർപ്സ് മൂലം നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഈ ഇഞ്ചുറീസിലൂടെ ഇൻഫെക്ഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഷാർപ്സുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ PPE ഗ്ലൗസ് പോലുള്ള PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഷാർപ്സുകളെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഓക്കെ, ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. അതോടൊപ്പം തന്നെ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ആയിരിക്കണം. ഓക്കെ, കുത്തിക്കീറാനായിട്ട് അത്തരത്തിലുള്ള കണ്ടെയ്നർ ആകരുത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം ഇത്തരം ഷാർപ്സുകളെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ പോയിന്റ്? PPE വെയർ ചെയ്യണം, പിന്നെന്താണ്? പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. Then install ground fault circuit interrupters. Call a skilled electrician to test and repair damaged equipments. എന്താണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പീപ്പിൾസിനെ, ആ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള, അതായത് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ക്ലിയർ ആണോ? ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഇനി എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുകയോ റിപ്പയർ ചെയ്യുകയോ വേണ്ടി വന്നാൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യന്റെ സഹായം തേടേണ്ടതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റ്? പ്രോപ്പർ ആയിട്ട് ഷൂസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഷാർപ്സുകളെ എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാനും. പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം, ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യാൻ. ഓക്കെ, അതേപോലെ തന്നെ ഷോക്സ്, ഇലക്ട്രിക് ഷോക്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. ഓക്കെ, പുട്ട് ഓൺ എ റേഡിയേഷൻ ഡോസിമീറ്റർ. വെൻ എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ഫോളോ ഓൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ടു ലെസൺ എക്സ്പോഷർ ടു എ മിനിമം. എന്താണ് ഡോസിമീറ്റർ? എന്താണ്? അയണൈസിംഗ് റേഡിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അയണൈസിംഗ് റേഡിയേഷൻ? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് മൂലം ഉണ്ടാകാൻ ചാൻസസ് ഉള്ള ഒരു കണ്ടീഷനാണ് അയണൈസിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം പേഷ്യന്റിൽ എന്ത് വരാൻ കാരണമാകുന്നുണ്ട്? ക്യാൻസർ, ട്യൂമർ പോലുള്ള അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകുന്നുണ്ട്. അയണൈസിംഗ് റേഡിയേഷൻ ഓർക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്താ പഠിച്ചത്? അതില് മാനേജ്മെന്റ് സ്പില്ലേജ് വേസ്റ്റിൽ പഠിച്ചല്ലോ. എന്ത് ചെയ്യണം? കുറച്ച് പ്രിക്യൂഷൻസ്. എക്സ്റേ റൂമിൽ കയറുന്നതിന് മുൻപ് നമ്മൾ ചില പ്രിക്യൂഷൻസ് എടുക്കാറുണ്ട് അല്ലേ?
അതേപോലെ തന്നെയാണ് ഡോസിമീറ്റർ വെയർ ചെയ്യേണ്ടതാണ്. ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ അയണൈസിങ് റേഡിയേഷന്റെ അതിനെ മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ്, അതിന്റെ അളവ് മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ. ഓക്കെ, റേഡിയേഷൻ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ, അത് വെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതിൽ നോക്കിയാൽ നമുക്ക് അതിന്റെ മെഷർമെന്റ് മനസ്സിലാകുന്നതാണ്. ഓക്കെ, എത്തരത്തിലുള്ള റേഡിയേഷൻ ആണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്നും പ്രിവെന്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പ്രിക്യൂഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? റേഡിയേഷൻ ഡോസിമീറ്റർ. Then install air conditioning with effective general ventilation in the operating room to lessen heat stress and remove odors, gases and vapors. Operation theatre എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് വെന്റിലേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതിൽ എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ ഉണ്ടാകേണ്ടത്. Next one, nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with other latex products. ഇപ്പൊ നേഴ്സസിന് എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് ആയ നേഴ്സസ് ഉണ്ടാകാം അല്ലെ, അലർജീസ് ഉള്ള നേഴ്സസ് ഉണ്ടാവാം. അപ്പൊ അത്തരം നേഴ്സസ് ഇത്തരം ലാറ്റക്സ് റബ്ബറിന്റെ ഈ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതിന് പകരം പ്ലാസ്റ്റിക് യൂസ് കൊണ്ട് അത്തരം മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗ്ലൗസുകൾ യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അലർജീസ് വരാനായിട്ട് കാരണമാകാറുണ്ട് അല്ലെ, അത് പേഷ്യന്റിനെയും അഫക്ട് ചെയ്തേക്കാം. അതേപോലെ തന്നെ ഇത്തരം മെറ്റീരിയൽസ് ഇൻഹെയിൽ ചെയ്യുന്നത് മൂലം ആസ്മ അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസും ഉണ്ടാകാനായിട്ട് കാരണമാകാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? നോൺ ലാറ്റക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗഡർ ഫ്രീ ലാറ്റക്സ് ആയിട്ടുള്ള ഗ്ലൗസുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. Follow established and appropriate infection control precautions assuming blood and body fluids. ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ അല്ലെങ്കിൽ സ്പ്രെഡ് ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എന്താണ് ഇത്? നമ്മൾ പഠിച്ചതായിരുന്നു. എന്തായിരുന്നു? ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ സർഫസ് ഏത് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യേണ്ടത്? ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. വെരി ഗുഡ്. 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ സർഫസ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ അതേപോലെ ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസും പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫസസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. The next one ആണ് provide lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന പേഷ്യൻസ് ഹെവി ആണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പൊ ചില സ്റ്റാഫുകൾക്ക് അത് അവരെ ലിഫ്റ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഹെവി ആയിട്ടുള്ള പേഷ്യൻസിന്റെ സിറ്റുവേഷൻ അത്തരം ഒരു കണ്ടീഷൻ ആണെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? ഇത് ലിഫ്റ്റിംഗ് എയ്ഡ്സ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. ധാരാളം കെമിക്കൽസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓക്സിജൻ ഗ്യാസ് ഉണ്ടായിരിക്കും, അനസ്തെറ്റിക് ഗ്യാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഗ്യാസുകൾക്ക് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് പ്രോപ്പർ ആയിട്ട് അവര് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. എന്താ കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചറിൽ?
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം കെമിക്കൽസ്, ഗ്യാസുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും ഈ കെമിക്കൽസ് എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ആണ്, തീ പിടിക്കാനായിട്ട് കാരണമാകാറുണ്ട്. അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുകയും അതിനുവേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുക്കേണ്ടത് ഈ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്? ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഷൂസ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഷൂസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഷാർപ്സ് ഒബ്ജക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുകയും PP വെയർ ചെയ്യുകയും പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായി ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. അത് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇത്തരം ഡിവൈസ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടായാൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. ദെൻ അയണൈസിംഗ് റേഡിയേഷൻ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡോസിമീറ്റർ. ഓക്കെ, അത് വെയർ ചെയ്യുകയും അതിലൂടെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കുന്നതുമാണ്. ഓക്കെ, അതിനാവശ്യമായ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുക്കേണ്ടതാണ്. പിന്നെ എയർ കണ്ടീഷൻ എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്യുന്ന ഏരിയ ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ. സെപ്പറേറ്റ് വെന്റിലേഷൻ സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ സെൻസിറ്റീവ് നേഴ്സസ് ആണെങ്കിലോ, അലർജീസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള നേഴ്സസ് ആണെങ്കിൽ ലാറ്റക്സ് അല്ലെ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗ്ലൗസുകളാണ് വെയർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം റബ്ബർ പോലുള്ള മെറ്റീരിയൽസ് അലർജീസ് അല്ലെങ്കിൽ അത് ഇൻഹെയിൽ ചെയ്താൽ ആസ്മ അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രോപ്പർ കെയർ എടുത്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. PPE, ഗ്ലൗസ്, മാസ്ക് പോലുള്ള PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യാൻ. 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ആണ് ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ആ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഹെവി പേഷ്യന്റ് ആണെങ്കിൽ, വെയിറ്റ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ലിഫ്റ്റിംഗ് എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ ഓക്സിജൻ ഗ്യാസ്, അനസ്തെറ്റിക് ഗ്യാസിന്റെ ഒക്കെ ലീക്കേജ് ഉണ്ടോ എന്ന് ടൈംലി പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതും ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതേപോലെ തന്നെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുകയും അത്തരം ഒരു സിറ്റുവേഷൻസ് ഉണ്ടായാൽ, തീ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിന് പ്രോപ്പർ ആയിട്ട് എല്ലാ പ്രിക്കോഷൻസും എടുക്കേണ്ടതും ആ സിറ്റുവേഷൻ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും ആ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റ് ഡ്യൂട്ടീസ്. പിന്നെ നെക്സ്റ്റ് പേജിൽ 2 ടോപ്പിക്കും കൂടി ഉണ്ട്. അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം.